ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BSc ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് എക്കാലവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടെൻസ് കൂടിയാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അങ്ങനെ ടെൻസ് പഠിച്ചിരുന്നു. ഇന്ന് പഠിക്കുന്ന ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഒരുപക്ഷെ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ ഇതിനകത്ത് കാണുന്ന ചില വാക്കുകൾ നമ്മെ കൺഫ്യൂഷൻ ആക്കും. ഇവൻ സിമ്പിൾ ഫ്യൂച്ചർ ആണോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണോ, അതോ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണോ എന്നൊക്കെ ചില കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കും. ഇന്ന് കൺഫ്യൂഷൻ അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, എന്താണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് കേട്ടോ. അതായത് ഭാവിയിൽ ഒരു പ്രവൃത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നടന്നു പൂർത്തിയാകുമെന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, എക്സ്പെക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുമ്പോൾ അത്തരം പ്രവൃത്തികളെ കുറിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. വൺസ് അഗൈൻ ഒന്നുകൂടി പറയാം. ഭാവിയിൽ ഒരു പ്രവൃത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നടന്നു പൂർത്തിയാകുമെന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, എക്സ്പെക്ട് ചെയ്യുമ്പോൾ, പ്രതീക്ഷിക്കുമ്പോൾ. ഭാവിയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ശരിയല്ലേ? അത്തരത്തിലുള്ള ആക്ഷനെ കുറിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ഇത്രയേ ഉള്ളൂ. സബ്ജക്ട് പ്ലസ് അല്ലെ, ഫ്യൂച്ചറിനെ കാണിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, വിൽ ഓർ ഷാൾ ഉപയോഗിക്കാം. ദെൻ ഹാവ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോമിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ഈ പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ്. സാധാരണ നിലയിൽ നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് പഠിച്ചപ്പോഴും അവിടേക്ക് എന്താ വരുന്നത്, വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ പെർഫെക്റ്റ് ഫോമിലേക്ക് എഴുതി പോകുന്നത്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ പ്രസന്റ് എഴുതിയപ്പോൾ എന്താ എഴുതിയത്, ഹാവ് ഓർ ഹാസ് പ്ലസ് V3 എന്ന് പഠിച്ചു. ഇനി പാസ്റ്റ് വന്നപ്പോൾ ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ആയ ഹാഡ് എന്ന് പഠിച്ചു. പക്ഷെ ഫ്യൂച്ചറിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്തിനാണ് നിർത്തിയത്, ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് മാത്രമേ എടുത്തുള്ളൂ. ഹാസിനെയും ഹാഡിനെയും ഒഴിവാക്കി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. അതായത് ഈ കിടക്കുന്ന വില്ലും ഷാളും ഒക്കെ എന്തിനു ഉദാഹരണോ, മൊഡാൽ ഓക്സിലറി വെർബിന് ഉദാഹരണമാണ്. എന്തിനു ഉദാഹരണോ, മൊഡാൽ ഓക്സിലറി വെർബിന് ഉദാഹരണമാണ്. അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു മൊഡാൽ ഓക്സിലറി വെർബ് വന്നാൽ, അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി വെർബിനെ തുടർന്ന് നമുക്കൊരു വെർബ് എഴുതേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഡൽ ഓക്സിലറിയെ തുടർന്ന് ഒരു മെയിൻ വെർബോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വെർബ് എഴുതേണ്ട വന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, അവിടെ എഴുതുന്ന വെർബ് അതിന്റെ ഡു ഫോം ആയിരിക്കും കേട്ടോ. എന്ത് ഫോം ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത്, മോഡൽ ഓക്സിലറി വെർബിനെ തുടർന്ന് മെയിൻ വെർബിന്റെ അല്ലെങ്കിൽ ശേഷം എഴുതുന്ന വെർബിന്റെ എന്ത് ഫോമേ നിങ്ങൾ എഴുതാവൂ, ഡു ഫോമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. നോക്കൂ, അത് മാത്രമല്ല നിങ്ങൾക്ക് സംശയം വരും, ആരാണ് മോഡൽ ഓക്സിലറി എന്ന്. ശ്രദ്ധിക്കൂ, ഈ പറയുന്ന വില്ലും ഷാളും അല്ലെങ്കിൽ എന്താ, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഓട്ട് ടു, ഇവരൊക്കെ തന്നെ എന്ത് പേരിലാണ് വിളിക്കുന്നത്, മൊഡാൽ ഓക്സിലറി എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഓക്സിലറീസിന് നമ്മൾ പ്രധാനമായും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് പ്രൈമറി, മറ്റൊന്ന് ഈ പറയുന്ന മൊഡാലോട്. പ്രൈമറിയിൽ വരുന്ന ആൾക്കാരാണ് എന്താ പറയുക, ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഈ പറയുന്ന ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ എന്തിന്റെ ഭാഗമാണ്, പ്രൈമറിയുടെ ഭാഗമാണ്. ഇവ ഒഴികെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ഈ പറയുന്ന മൊഡാൽ ഓക്സിലറി. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ് അല്ലെ, ഓട്ട് ടു അല്ലെ. ഇവയെ തുടർന്ന് നിങ്ങൾ ചേർക്കേണ്ട വെർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ വെർബായാലും ഒരു ഓക്സിലറി വെർബായാലും അതിന് എന്ത് ഫോമേ ചേർക്കാവൂ, ഡു ഫോമേ ചേർക്കാവൂ. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹാവ് ഡു ഫോം ആണോ? തീർച്ചയായും ഹാവ് ഡു ഫോം ആണ് കേട്ടോ. അതായത് ഹാസ് എന്ന് പറയുന്നത് അതിന്റെ ഡസ് ഫോമും ഹാഡ് എന്ന് പറയുന്നത് എന്ത് ഫോമുമാണ്, ഡിഡ് ഫോമുമാണ് കേട്ടോ. ഹാവ് എന്ന് പറയുന്നത് ഡു ഫോമും ഈ പറയുന്ന എന്താ ഹാസ് ഡസ് ഫോമും ഹാഡ് എന്ത് ഫോമുമാണ്, ഡിഡ് ഫോമുമാണ്. സ്വാഭാവികമായും വില്ലും ഷാളും മോഡൽ ഓക്സിലറിയാണ്. ശേഷം ഡു ഫോമായ ഹാവ് എഴുതി പ്ലസ് എന്താ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതി. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി പരീക്ഷാ ലെവലിൽ നമുക്ക് ഇവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 തരത്തിൽ ചെയ്യാം കേട്ടോ. ഒന്ന്, തന്നിരിക്കുന്ന സെന്റൻസിൽ ബൈ ദിസ് ടൈമിന് ശേഷം, എന്തിനു ശേഷമോ, ബൈ ദിസ് ടൈമിന് ശേഷം ഒരു ഫ്യൂച്ചർ ആക്ഷനെയോ ഫ്യൂച്ചർ ടൈമോ വന്നാൽ, എന്തിനു വന്നാലാ, ബൈ ദിസ് ടൈമിന് ശേഷം അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന ബൈ ദിസ് ടൈമിനോടൊപ്പം എന്ത് വന്നാൽ ഒരു ഫ്യൂച്ചർ ടൈം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ആക്ഷനെ കാണിച്ചു കഴിഞ്ഞാൽ ശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കാം അല്ലെ. ഈ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം വരും, എന്താണ് ഈ ഫ്യൂച്ചർ ടൈം അല്ല എന്താ ഫ്യൂച്ചർ ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ കണ്ടോ, നെക്സ്റ്റ് ഇയർ അല്ലെ, ബൈ ദിസ് ടൈം ടുമാറോ. ഒരുപക്ഷെ ഈ ടുമാറോ എന്നോ നെക്സ്റ്റ് ഇയർ പോലുള്ള വാക്കുകൾ കണ്ടാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സംശയമാണ്, ഇയാൾ എന്തായിരിക്കും, സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. പക്ഷെ ഓർക്കുക, ഒരിക്കലും അങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ ആയി മാറത്തില്ല. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ എന്നോ, ബൈ ദിസ് ടൈം ടുമാറോ എന്നോ, ബൈ ദിസ് ടൈം എന്താ ഈ പറയുന്ന ഡേ ആഫ്റ്റർ ടുമാറോ എന്നോ, ദാറ്റ് ഈസ് ബൈ ദിസ് ടൈമിനെ തുടർന്ന് ഒരു ഫ്യൂച്ചർ ആക്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടൈം വന്നു കഴിഞ്ഞാൽ ശേഷം നിങ്ങൾ അവിടെ എന്ത് ടെൻസ് എഴുതാവൂ, ഈ പറയുന്ന
ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എഴുതാവും. എന്ത് എഴുതാവും നിങ്ങള്? ഫ്യൂച്ചർ പെർഫെക്റ്റ് മാത്രം ഇവിടെ എഴുതാവും കേട്ടോ. ഇനി ഇത് ഒന്നാമത്തെ ആളാ കേട്ടോ. ഇനി രണ്ടാമത്തെ വരുന്ന സംഗതി എന്ന് പറയുന്നത് നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ഇതിന് ശേഷം എന്ത് വരും? ഒരു ഫ്യൂച്ചർ ടൈം വരും. ബൈ ദ എൻഡ് ഓഫ് എന്താ പറയാ ദിസ് മന്ത് എന്നോ, ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്കെൻഡ് എന്നോ, അല്ലെ ബൈ ദ എൻഡ് ഓഫ് ഡിസംബർ എന്നോ, അല്ലെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് എക്സെട്ര എക്സെട്ര എക്സെട്ര. അങ്ങനെ ബൈ ദ എൻഡിനെ തുടർന്ന് എന്ത് വന്നാൽ ഈ പറയുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടൈം വന്നു കഴിഞ്ഞാലും ശേഷം നിങ്ങൾ എന്ത് ചേർക്കുക? അവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് തന്നെ ചേർക്കുക. പറഞ്ഞത് മനസ്സിലായല്ലോ? ഏതൊക്കെ സാഹചര്യം വന്നാൽ പറ കേക്കട്ടെ. ഇത്രേ ഉള്ളൂ. ഒന്ന് ബൈ ദിസ് ടൈമിനോടൊപ്പം ഫ്യൂച്ചർ ടൈം വന്നാൽ ഫ്യൂച്ചർ ആക്ഷൻ വന്നാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബൈ ദ എൻഡിന് ശേഷം ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ബൈ ദ എൻഡ് ഓഫ് ദിസ് ഡിസംബർ, ബൈ ദ എൻഡ് ഓഫ് സാറ്റർഡേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കും? പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കും. നോക്കൂ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. By this time next year, by this time next year, by this time next year, Kumar will have become a graduate. ഇങ്ങോട്ട് നോക്ക്. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ കണ്ടോ? ബൈ ദിസ് ടൈമിന് ശേഷം എന്ത് വന്നു? ഒരു നെക്സ്റ്റ് ഇയർ വന്നു, ഫ്യൂച്ചർ ആക്ഷൻ വന്നു തന്നല്ലോ. ശേഷം എന്താ വന്നിരിക്കുന്നത് നോക്ക്? സബ്ജക്ട് പ്ലസ് കുമാർ എന്താണ്? സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് എന്ത് വന്നു? വെർബിന്റെ മൂന്നാമത്തെ ഫോം വന്നു. പറഞ്ഞ ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. ഭാവിയിൽ ഒരു പ്രവൃത്തി എന്താ നിശ്ചിത സമയത്തിനുള്ളിൽ നടന്ന് പൂർത്തിയാകുമെന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത്തരം പ്രവൃത്തികളെ കുറിക്കാൻ നമുക്ക് ആരും ഉപയോഗിക്കും? ഈ പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ സംഗതികൾ ഓക്കെ ആവും. ഓക്കെ, ക്ലിയർ? നോക്കണം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ബൈ ദിസ് ടൈം ടുമാറോ ഐ ഡാഷ് ദ ജോബ്, വിൽ ഫിനിഷ്, ഷാൾ ഫിനിഷ്, വിൽ ഹാവ് ഫിനിഷ്, വിൽ ബി ഫിനിഷ്. നോക്കൂ, ഈ ചോദ്യം നോക്കുമ്പോഴേ ഇവിടെ എന്ത് കിടപ്പുണ്ട്? ടുമാറോ എന്ന വാക്ക് കിടപ്പുണ്ട്. ശരിയല്ലേ? സാധാരണ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അല്ല, നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും. തന്നിരിക്കുന്ന സെന്റൻസിൽ നെക്സ്റ്റ് എന്നോ അല്ലെങ്കിൽ നെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാക്കുകളോ ഒപ്പം തന്നെ എന്ത് വന്നാലോ ടുമാറയോ വന്നാൽ അത് എന്തിന് എക്സാമ്പിളായി മാറും? സിമ്പിൾ ഫ്യൂച്ചറിന് എക്സാമ്പിളായി മാറും. എന്തിന് എക്സാമ്പിളായി മാറും? സിമ്പിൾ ഫ്യൂച്ചർ. പക്ഷേ നമ്മൾ പഠിച്ച ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാ കുറച്ച് ഡാഷ് ഇട്ടിക്കുന്നത്? നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് ക്ലാസ്, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ, അങ്ങനെ നെക്സ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ. അപ്പോഴേ അങ്ങനെ വരുമ്പോൾ എന്താ ഇങ്ങനെ പറയാം? ഐ വിൽ ബൈ എ കാർ നെക്സ്റ്റ് സൺഡേ, ഐ വിൽ ബൈ എ കാർ നെക്സ്റ്റ് സൺഡേ. അല്ലെങ്കിൽ എന്താ? ഐ വിൽ കോൾ ഹിം ടുമാറോ, അല്ലെങ്കിൽ ഐ വിൽ ഗോ ദെയർ ടുമാറോ എന്നൊക്കെ പറയാം. ഐ വിൽ ഗോ ദെയർ ടുമാറോ, ഐ വിൽ ബൈ എ കാർ ടുമാറോ എന്നൊക്കെ പറയാം. കാരണം എന്താ വന്നിരിക്കുന്നത്? ടുമാറോ എന്നോ നെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഇതിന്റെ വാക്കുകൾ വന്ന് എന്തായി മാറും? അത് സിമ്പിൾ ഫ്യൂച്ചർ ആയി മാറും. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചു എന്താ? ബൈ ദിസ് ടൈമിനോടൊപ്പം ബൈനോടൊപ്പം ഒക്കെ എന്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഫ്യൂച്ചർ ടൈം അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷനെ കാണിച്ചാൽ എന്തായി മാത്രമേ മാറാൻ പാടുള്ളൂ? ഫ്യൂച്ചർ പെർഫെക്റ്റ്. സ്വാഭാവികമായും നോക്കൂ, ബൈ ദിസ് ടൈം എന്നുണ്ട്. സോ ആൻസർ എന്തായി മാറി? ഫ്യൂച്ചർ പെർഫെക്റ്റ്. നമുക്ക് വിൽ ഫിനിഷ് വേണ്ട, ഷാൾ ഫിനിഷ് വേണ്ട. സോ ആൻസർ എന്തായി മാറി? വിൽ ഹാവ് ഫിനിഷ്ഡ് ആയി മാറി. പറഞ്ഞത് മനസ്സിലായല്ലോ? അടുത്ത ദിവസം ഇങ്ങനെയാണ്. ഐ ഡാഷ് മൈ വർക്ക് ബൈ ടുമാറോ. ഇവിടെ ബൈ ടുമാറോ എന്ന് കിടക്കുന്ന വെറും ടുമാറോ എന്നില്ല, ബൈ ടുമാറോ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഐ വിൽ ബൈ എ കാർ ടുമാറോ. കണ്ടോ? ബൈ ടുമാറോ എന്നല്ല പറഞ്ഞത്. ഐ വിൽ ബൈ എ കാർ ടുമാറോ, അല്ലെങ്കിൽ ഐ വിൽ ഗോ ദെയർ ടുമാറോ. കണ്ടോ? ഗോ ദെയർ ടുമാറോ, നോട്ട് ബൈ ടുമാറോ എന്ന് ഞാൻ പറഞ്ഞില്ല, വെറും ടുമാറോ എന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ വെറും ടുമാറോ മാത്രം വന്നാൽ, അല്ലെങ്കിൽ വെറും എന്താ നെക്സ്റ്റ് സൺഡേ, നെക്സ്റ്റ് മൺഡേ, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് വീക്ക് എന്ന് വെറുതെ മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ എഴുതുക? ഈ പറയുന്ന സിമ്പിൾ ഫ്യൂച്ചർ എഴുതുക. അതായത് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വി വൺ എന്ന് എഴുതുക. ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന ബൈ എന്നോ, ബൈ ദിസ് ടൈം എന്നോ, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ എന്നോ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? അയാളുടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് തന്നെയായിരിക്കും. ശരിയല്ലേ? അപ്പോഴങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ നോക്കാം. ഇവിടുത്തെ ആൻസർ എന്തായി മാറി? ഷാൾ ഹാവ് ഫിനിഷ്ഡ്. ഈ ഫിനിഷ്ഡ് വെട്ടാം, ഹാവ് ഫിനിഷ്ഡ് വെട്ടാം, വെറും ഫിനിഷ്ഡ് ആയി വെട്ടാം. ആൻസർ എന്തായി മാറി? ഷാൾ ഹാവ് ഫിനിഷ്ഡ് ആയി മാറി. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇങ്ങനെ ചെറിയൊരു ക്ലാസ് ആയിട്ട് പോകാം കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അത്യാവശ്യം എല്ലാ മേഖലയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത ക്ലാസ് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.